നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചു എങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ഗാസയിലെ തീവ്രവാദികൾക്കെതിരായ നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണൽ, തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ടണൽ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. 2014 ഈ തുരങ്കത്തിലൂടെയാണ് തീവ്രവാദികൾ കടന്നു വന്ന് 4 ഇസ്രായേലി സൈനികരെ വധിച്ചത്. ഈ സൈനികർ പലരും ഉയർന്ന പദവി വഹിച്ചിരുന്നവരുമായിരുന്നു. അങ്ങനെ 2014 തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വധിക്കാൻ തീവ്രവാദികളെത്തിയ അതേ ടണൽ തങ്ങളിന്ന് ആക്രമിച്ച് തകർത്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏത് തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് ഈ ടണൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഹമാസ് തന്നെയാണോ അതോ ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി തീവ്രവാദ സംഘടനകളുണ്ട്, അവരാണോ ഈ ടണൽ ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 2014 അന്ന് 4 സൈനിക ഉദ്യോഗസ്ഥന്മാരെ വധിച്ചവർ ഏത് തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് എന്നുള്ള വിവരം ഇപ്പോഴും ലഭ്യമായിട്ടുമില്ല. ഇതിനിടയിൽ ഇറാനിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറുകയാണ്. അവിടെ ഇപ്പോൾ നിരന്തരമായി ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ഇസ്രായേലിൻ്റെ ചാരന്മാരാണോ എന്ന് സംശയത്തിലാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 700ഓളം പേരെയാണ് ഇറാനിൽ ഇപ്പോൾ ചാരക്കുറ്റം ആരോപിച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്നാൽ ഇവർ ആരും തന്നെ കുറ്റമേറ്റതായി ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷേ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നായിരിക്കാം ഇറാൻ കരുതുന്നത്. ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനമായ ടെഹ്റാനിൽ പോലും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അവർ ഡ്രോൺ ഫാക്ടറി നിർമ്മിച്ചു എന്നുള്ള വാർത്തയൊക്കെ തന്നെ ഇറാൻ സർക്കാരിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനിലുള്ള ജൂത സമുദായത്തിൽപ്പെട്ട പലരെയും ഇവർ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. അതോടുകൂടി തന്നെയായിരിക്കാം ഏതാണ്ട് 700ഓളം പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലുമെല്ലാം ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആക്രമിക്കുന്ന സമയത്ത് ഇറാനിൽ നിന്ന് പലരുടെയും സഹായം ഇവർക്ക് ഇതിനെ ലഭിച്ചിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അത് ആരുടേത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇറാൻ സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വളരെ പ്രാഞ്ഞെന്ന മനുഷ്യരെ പോലും ഇവർ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള ജൂതന്മാരോട് ഇക്കാര്യത്തിൽ തങ്ങളെ സഹായിക്കണമെന്നാണ് ഇപ്പോൾ ഇറാനിലെ ജൂത സമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം ഇറാൻ സർക്കാരിന് സംശയമുള്ള ആരെ വേണമെങ്കിലും അവർ ഇതിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈയിടെ ഇറാൻ സർക്കാർ ചാരന്മാരാണെന്ന് ആരോപിച്ച് പലരെയും തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വല്ലാത്ത ഭീതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ജൂത സമൂഹം ഇറാനിൽ കഴിയുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് പോലും വിധേയരാക്കാം എന്നും അവർ ഭയക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ദയനീയമായി തിരിച്ചടി നേരിട്ട ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ ജൂത സമൂഹത്തോട് പെരുമാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ പോരാട്ടം നടത്തി അവിടുത്തെ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്താണ് ഇറാനിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജൂതന്മാർക്കെതിരായ നിലപാടുമായി ഇറാൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്.